ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹുദാന ദൈവാരാധന പഠന പരമ്പരയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ദൈവാരാധന ദൈവഭയത്തോടും ദൈവത്തോടുള്ള വലിയ സ്നേഹത്തോടും കൂടെ നടത്തുന്നവരാണ്. അദൃശ്യനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നതിന്, അദൃശ്യനായ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിന് ഒക്കെ മാനുഷികമായ പ്രതീകങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ദൈവാരാധനയിൽ നമ്മൾ വിശുദ്ധ വസ്തുക്കളും വിശുദ്ധ പാത്രങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് വിശുദ്ധ വസ്തുക്കളെക്കുറിച്ചും തിരുവസ്ത്രങ്ങളെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥമുണ്ട്, നമുക്കറിയാം. വിശുദ്ധ കുരിശുണ്ട്, വിശുദ്ധ വ്യക്തികളുണ്ട്. മാർപ്പാപ്പയെ നമ്മൾ പരിശുദ്ധ പിതാവ് എന്നാണല്ലോ വിളിക്കുന്നത്. മാർ എന്നൊക്കെ മെത്രാന്മാരുടെ പേരിനോടുകൂടി ചേർക്കുമ്പോൾ വിശുദ്ധ വ്യക്തികളായിട്ടാണ് നമ്മൾ കാണുക. അതുപോലെ വിശുദ്ധ സ്ഥലങ്ങളുണ്ട്. ഹോളി ലാൻഡ്, മൈലാപ്പൂർ തോമാസ് ലീഹായുടെ ഖബറിടം ഒക്കെ വിശുദ്ധ സ്ഥലങ്ങളായിട്ട് നമ്മൾ കാണുന്നു. വിശുദ്ധ ഭാഷയുണ്ട്. സുറിയാനി ഭാഷ, ഈശോ സംസാരിച്ച ഭാഷ വിശുദ്ധ ഭാഷയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തിരുവസ്ത്രങ്ങൾ, തിരുപാത്രങ്ങൾ, തിരുവസ്തുക്കൾ ഒക്കെ ഉണ്ട് എന്നുള്ളത് ദൈവാരാധനയിൽ ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ മധുബഹായിലും ഗായകവേദിയായ കെസ്ത്രോമായിലും വചനവേദിയായ ബേമായിലും നമ്മൾ ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ശുശ്രൂഷകർ നിൽക്കുക. അവിടെ നമ്മൾ വ്യാപരിക്കുമ്പോൾ അലസമായിട്ടോ ഒരുക്കമില്ലാതെയോ ഒന്നും നമ്മൾ സമയം ചെലവഴിക്കാറില്ല. ആരാധനയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങൾ, പ്രത്യേകിച്ച് പരസ്യ ആരാധനയുടെ സമയത്ത്, ഒരുപാട് ആളുകൾ ഒരുമിച്ചുകൂടി ആരാധിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിശുദ്ധ വസ്ത്രങ്ങളും അതുപോലെ ആരാധനയിൽ ഉപയോഗിക്കുന്ന തിരുപാത്രങ്ങളും. പ്രധാനമായും പട്ടക്രമത്തിൽ ശുശ്രൂഷകരായിട്ട് നിൽക്കുന്നവർ താഴ്ന്ന പട്ടങ്ങളും ഉയർന്ന പട്ടക്രമങ്ങളും ഉണ്ട് എന്നറിയാമല്ലോ. മൈനർ ഓർഡേഴ്സ്, മേജർ ഓർഡേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും അവരുടേതായ തിരുവസ്ത്രങ്ങളുണ്ട്. ഒരു ശുശ്രൂഷകനായിട്ട് ഔദ്യോഗികമായി സഭയിൽ ശുശ്രൂഷ നിർവഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൊത്തീന എന്ന തിരുവസ്ത്രത്തെയാണ് കാണുക. ശുശ്രൂഷകരായിട്ട് സാധാരണ കുർബാനയിലും നമ്മൾ ശുശ്രൂഷികൾ, അൾത്താര ബാലന്മാരെന്ന് നമ്മളിപ്പോൾ വിളിക്കുന്നവരെല്ലാം ഉപയോഗിക്കുന്നത് കൊത്തീന എന്ന തിരുവസ്ത്രമാണ്. സാധാരണ ഒരു സിവിലിയൻ ഡ്രസ്സോടുകൂടി, വസ്ത്രത്തോടുകൂടിയല്ല നമ്മൾ ആരാധനയിൽ, മാനുഷികമായ ഒരു വ്യാപാരത്തിലല്ല നമ്മൾ ഇടപെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു വിശുദ്ധ വസ്ത്രം നമ്മൾ അണിഞ്ഞ് നമ്മൾ ആരാധനയിലേക്ക് ഒരുക്കത്തോടുകൂടി പ്രവേശിക്കുകയാണ്. കൊത്തീന മിശിഹായെ ധരിക്കുകയാണ്. ലോകത്തിലുള്ള അശുദ്ധി നമ്മളെ ബാധിക്കാതെ നമ്മൾ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയുന്നത് വഴി നവീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ദൈവികമായ ശുശ്രൂഷയിലാണ് പങ്കെടുക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു തിരുവസ്ത്രം, അതിനു പുറമേ നമ്മൾ അരക്കെട്ടായിട്ട് സൂനാറ ഉപയോഗിക്കുന്നു. സൂനാറ നമ്മൾ ഒരുക്കത്തിൻ്റെ, ജാഗ്രതയുടെ ഒക്കെ പ്രതീകമാണ്. നമ്മൾ സാധാരണ ഒരു കാര്യം ചെയ്യുമ്പോഴും പലപ്പോഴും അരമുറുക്കി നമ്മൾ നല്ല ഒരുക്കത്തോടു കൂടി ലോകത്തിലെ മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നവർ. അതുപോലെ മറ്റൊരു തിരുവസ്ത്രമാണ് അടുത്തതായിട്ട് ഊറാറ. അത് പൗരോഹിത്യ വസ്ത്രമാണ്. പൗരോഹിത്യ അധികാരത്തെ, ആ ശുശ്രൂഷയെ സൂചിപ്പിക്കുകയാണ്. ഊറാറ വിവിധ പട്ടക്രമത്തിലുള്ളവർ പല രീതിയിലാണ് ധരിക്കുക. കാർമ്മികർ ഔദ്യോഗിക പ്രാർത്ഥനകൾ നടത്തുന്ന സമയത്ത് ഈ ഊറാറ ധരിക്കാറുണ്ട്. പലപ്പോഴും ഈ ഊറാറ ധരിക്കുന്നത് പല രീതിയിൽ നിങ്ങൾ കണ്ടിട്ട് കാണും. എളുപ്പത്തിനൊക്കെ വേണ്ടി, പ്രായോഗികമായ സൗകര്യത്തിന് വേണ്ടി ഊറാറ സൂനാറയുടെ ഉള്ളിലേക്ക് ഇടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതൊരു സ്വാതന്ത്ര്യത്തോടു കൂടിയ മാലാഖമാരുടെ ശുശ്രൂഷയായതുകൊണ്ട് അത് പുറത്ത് ഇടുന്നതാണ് ഉചിതം. പിന്നെ കയ്യുറ എന്ന രീതിയിൽ സന്ദേ എന്ന തിരുവസ്ത്രമുണ്ട്. അത് നമ്മൾ കൊത്തീന ഒതുക്കി വയ്ക്കുന്നതിന് വേണ്ടി, കർമ്മങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ നമ്മുടെ ഒരുക്കത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്
അത് ഉള്ളത്. കുർബാനയിലും കൂദാശകളുടെ പരികർമ്മ അവസരങ്ങളിലുമെല്ലാം വലിയ പൈന അഥവാ കാപ്പ എന്ന് വിളിക്കുന്ന തിരുവസ്ത്രം, അത് നീതിയുടെ വസ്ത്രമാണ്, ഇടയധർമ്മത്തെ സൂചിപ്പിക്കുന്നു. ശോശപ്പ എന്ന ഒരു തിരുവസ്ത്രം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നുണ്ട്. കാപ്പയുടെ പൈനയുടെ അതേ തുണി കൊണ്ട് തന്നെ ആണ് നിർമ്മിക്കാറുള്ളത്. ദിവ്യരഹസ്യങ്ങൾ മൂടുന്നു, കബറടക്കം നടത്തുന്നതിൻ്റെ. അതുപോലെ ഈ ശോശപ്പ പിന്നീട് മൂടിയത് എടുത്ത് നമ്മൾ ചുരുട്ടി അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ചുറ്റും വയ്ക്കുന്നു. അത് കർത്താവിൻ്റെ ഉത്ഥാനവേളയിൽ കബറിൽ കച്ച ചുരുട്ടി വെച്ചത് ബൈബിളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. അതിന് സമാനമായിട്ട് കർത്താവിൻ്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. കെത്താന എന്ന് പറയുന്ന ഒരു തിരുവസ്ത്രമുണ്ട്. അത് പരിശുദ്ധ കുർബാനയുടെ അവസരത്തിൽ ത്രോണോസിൽ കാസയും പീലാസയും ഒക്കെ വയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കബുലാന എന്ന ഒരു മൂടി തിരുവസ്ത്രത്തിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് നമുക്കൊരു അല്പം കൂടി കടുപ്പമുള്ള ഒരു കബുലാന എന്ന ഒരു തിരുവസ്ത്രമുണ്ട്. അത് ഒരു മൂടി എന്നുള്ള രീതിയിലാണ് പൊതുവെ ഉപയോഗിച്ചു വരുന്നത്. തിരുപാത്രങ്ങൾ പ്രധാനമായിട്ടും കാസ, പീലാസ, കുസ്തോതി എന്നിവയാണ് വിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. കാസ വീഞ്ഞ് ഒഴിച്ച് വയ്ക്കുന്നതിന് വളരെ ഒരു പാനപാത്രം, അതാണ് അതിൻ്റെ ഉദ്ദേശ്യം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ യഹൂദരുടെ പാരമ്പര്യത്തിലുള്ള കാസ, ആ ഷേപ്പിലുള്ള പാനപാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. കാസ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാ സഭകളിലും തന്നെ ഒരേ ആകൃതിയിലുള്ള പാനപാത്രമാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത്. അതുപോലെ പീലാസ, അത് നമ്മൾ അല്പം പരന്ന രീതിയിലുള്ള പാത്രമായിട്ട് കാണുമെങ്കിലും അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. നമ്മൾ ശരീരം തുടർന്ന് നമ്മൾ സൂക്ഷിക്കുന്ന അവസരത്തിൽ സക്രാരിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രത്തിനെ വിളിക്കുന്ന പേരാണ് കുസ്തോതി. കെടാവിളക്ക് പോലെയുള്ള അനേകം തിരുവസ്തുക്കൾ നമുക്ക് ഉണ്ട്. വിശുദ്ധ വസ്തുക്കളിൽ നമ്മുടെ സുറിയാനി ആരാധനാക്രമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മക്ശാനീസ, വിശറിമണി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഈ മക്ശാനീസ ശുശ്രൂഷികൾ കയ്യിൽ പിടിച്ച് കുലുക്കുമ്പോൾ കാതിന് വളരെ ഇമ്പകരമായ നാദത്തോടുകൂടി മണികിലുങ്ങുന്ന സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കും. മാലാഖമാർ സ്വർഗത്തിൽ സ്വർഗീയ ആരാധനയിൽ നിരന്തരം കന്ദീശ് 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 എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം മാലാഖമാരുടെ നിരന്തരമായ സ്തുതികൾ നമ്മൾ ഭൂമിയിൽ ആരാധിക്കുമ്പോഴും വെറും ഭൗമികമായൊരു കാര്യത്തിലല്ല നമ്മൾ ഇടപെടുന്നത്. സ്വർഗത്തിലെ മാലാഖമാരും മനുഷ്യരും ഇടപെടാതെ മാറി മാറി ദൈവത്തെ കീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗാനങ്ങൾ ആലപിക്കുമ്പോഴും പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും ഈ മക്ശാനീസ കിലുക്കുമ്പോൾ മാലാഖമാരുടെ ഒപ്പമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവുകയാണ്. സ്രാപ്പേമാരുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ് പഠനങ്ങളിൽ നമ്മൾ ഈ മക്ശാനീസായെ മനസ്സിലാക്കുന്നത്. ഈ ഉപകരണം ആരാധനയിൽ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണ്. നമ്മളിപ്പോൾ തിരുവസ്ത്രങ്ങൾ, തിരുപാത്രങ്ങൾ എന്നീ രണ്ട് പ്രധാനപ്പെട്ട മേഖലകളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്.